നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. അതിൽ നത്തിങ് ടോയ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ള എന്തെങ്കിലും പെൻഡിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ചെയ്യാതെ ഇത് ചെയ്തു എന്ന് കരുതരുത്. കുറച്ച് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. കുറച്ചൊന്ന് പെൻഡിങ് ആയിപ്പോയി, കുറച്ച് തിരക്കായിപ്പോയി കേട്ടോ. അപ്പോൾ നത്തിങ് ടോയ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് us rewind and rejoice എന്നുള്ള ഭാഗം, പേജ് നമ്പർ 23. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ലൈൻ നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്? ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാക്ക് സെൻറ്റൻസ് വായിച്ച് വേർഡ് മീനിങ് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കിതൊക്കെ അറിയാവുന്ന മീനിങ്സ് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആൻസർ പറയുകയാണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ലൈനിൻ്റെ ആ ഒരു അർത്ഥം എന്താണ്? ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഓഫ് അവർ ലൈഫ് ഈസ് യുണീക്ക് ആൻഡ് കനോട്ട് ബി റിപ്പീറ്റഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ് കോഴ്സ് റെഫർ ടു ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ? എന്താണ്? ദ വേർഡ് കോഴ്സ് റെഫേഴ്സ് മെറ്റഫറിക്കലി ടു അവർ ലൈഫ് ഓൺ എർത്ത് അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ വേർഡ്സ് ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ് എന്നുള്ളത്? എന്താ പറയുന്നത്? ഈ കോഴ്സ് ഒറ്റ പ്രാവശ്യത്തേക്കേ ഉള്ളൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് മീൻസ് അവർ ലൈഫ് ഈസ് എ സിംഗുലർ ഓപ്പർച്യൂണിറ്റി. വി ഓൺലി ഗെറ്റ് വൺ ചാൻസ് ടു ലിവ്. നമുക്ക് ഒറ്റ ചാൻസേ ഉള്ളൂ ജീവിക്കാൻ അല്ലേ. അതൊരു സിംഗുലർ ഓപ്പർച്യൂണിറ്റിയാണ്, സിംഗിൾ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയം റിവീൽ ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഡേ? ഓരോ ദിവസത്തിൻ്റെ യുണീക്നെസ് എങ്ങനെ കാണിക്കുന്നു? The poem reveals the uniqueness of each day by saying no day copies yesterday. That means no day is identical to another. അല്ലേ? No day copies yesterday എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ല, എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കില്ല ഒരിക്കലും. ഒന്നിനെ കോപ്പി ചെയ്ത് അതേപോലെ വേറൊരു ദിവസം ഉണ്ടാകില്ല. അത്ര തന്നെ. 5, when does the poet feel that a rose has been flung into the room? എന്താ ആൻസർ? When someone mentions the beloved one's name accidentally, he feels like a rose has been flung into the room. നമ്മുടെ ബിലവഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് ആക്സിഡൻ്റലി എങ്കിലും ഒന്ന് പറയുന്ന സമയത്താണ് ആ റോസൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നു, ആ റൂം നിറയുന്നു എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. സുഗന്ധത്തിനെയൊക്കെ പറ്റി പറഞ്ഞത് അല്ലേ. പോയം നമ്മൾ നന്നായിട്ട് പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ കാൺട്ട് ദ പോയറ്റ് ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദി ക്ലോക്ക്? എന്താണ്? He can't help looking at the clock because of the unexpected mention of the beloved's name, which makes confusion and curiosity about the significance of the rose metaphor. അവിടെ റോസ് എന്ന് പറഞ്ഞൊരു മെറ്റഫറും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മെറ്റഫർ? ഇത് അത് തന്നെയാണ് എന്ന് പറയുന്നതാണ് മെറ്റഫർ അല്ലേ. ഇത് അതുപോലെയാണ് എന്ന് പറയുകയാണെങ്കിലോ സിമിലിയാണ്. അപ്പോൾ ഇവിടെ റോസ് എന്ന് പറഞ്ഞ മെറ്റഫറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനെ പറ്റിയാണ് പറയുന്നത്? ബിലവഡിൻ്റെ പേര് ആക്സിഡൻ്റലി മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ക്യൂരിയോസിറ്റിയിലും കൺഫ്യൂഷനിലും ഒക്കെയാണ് ക്ലോക്കിൽ നോക്കി പോകുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് ആസ്ക് us not to treat the fleeting day with fear and sorrow? ഇപ്പോൾ പോകുന്ന ഈ ദിവസത്തെ എന്തിനാണ് ഫിയറിലും സോറോയിലും ഒക്കെ നോക്കുന്നത് എന്ന് പറയുന്നില്ലേ? അതെന്താണ്? എവറി മൊമെൻറ്റ് വിൽ പാസ്. അത് തന്നെയാണ് കാര്യം. അപ്പോൾ സോറോസ് ആൻഡ് ഫിയർ ആർ നോട്ട് പെർമനൻറ്റ്, then there is no need to worry. We should enjoy every moment of life. ഇനി what does the line today is always gone tomorrow tell us about the nature of time? എന്താണ് today is gone for tomorrow എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നാളെ ഇന്നത്തെ ദിവസം നാളെ അപ്രത്യക്ഷമാകും. നാളെ വേറൊരു ദിവസമാണ് അല്ലേ. നാളെ വേറൊരു ടുഡേ ആണല്ലേ. എന്താണ് അവിടെ? ഇറ്റ് റിമൈൻഡ്സ് us that every day gives way to the next day. ഇന്നത്തെ ദിവസം മാറി നാളെ വേറൊരു ദിവസം വരുന്നു. It shows the fleeting nature of time. Today is tomorrow's yesterday. ഇന്ന് എന്ന് പറഞ്ഞാൽ നാളത്തെ എന്താണ്? ഇന്നലെയാണ് അല്ലേ. നാളെ വന്നിട്ട് നമ്മൾ ഇന്നലെ എന്നല്ലേ ഇന്നത്തെ പറ്റി പറയുക. അത്രേ ഉള്ളൂ. അപ്പോൾ മക്കളെ, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
ഇനി ഹൗ ഡസ് ദ പോയറ്റ് എസ്റ്റാബ്ലിഷ് ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ? ഓരോ ഇൻഡിവിജ്വലിൻ്റെയും യുണീക്നെസ്സിനെ പറ്റി എങ്ങനെ പറയുന്നു? ദ പോയറ്റ് എസ്റ്റാബ്ലിഷസ് ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ബൈ കമ്പയറിംഗ് പീപ്പിൾ ടു ഡ്രോപ്സ് ഓഫ് വാട്ടർ. ഡ്രോപ്സ് ഓഫ് വാട്ടറുമായിട്ടല്ലേ കമ്പയർ ചെയ്തത്? 2 drops of water are never exactly the same, but they have some similarities. Like that, people are similar, but there is a lot of difference between them. നമ്മൾ പറഞ്ഞല്ലേ, എന്താണ്, വെള്ളത്തുള്ളികൾ കണ്ടാൽ ഒരുപോലെ ആയിരിക്കും, പക്ഷേ സിമിലർ ആണോ, എക്സാക്ട്ലി സിമിലർ ആണോ? അല്ല, അവയ്ക്കും വ്യത്യാസമുണ്ട്. അതുപോലെയാണ് മനുഷ്യരെന്ന് പറഞ്ഞിരുന്നില്ലേ? അതാണ് കേട്ടോ. ഇനി ലെറ്റസ് അപ്രീഷിയേറ്റ് എന്നുള്ള ഭാഗം, അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ 1, ഹൗ ഈസ് ടൈം പോർട്രേഡ് ഇൻ ദ പോയം? എങ്ങനെയാണ് ടൈം പറയുന്നത്? ടൈം ഈസ് കോൺസ്റ്റൻ്റ്ലി മൂവിങ് ആൻഡ് ഇറ്റ് പാസസ് ഫോർ എവർ. ഈച്ച് മൊമെൻറ്റ് ഈസ് യുണീക്ക് ആൻഡ് ക്യാൻ നെവർ ബി റിപ്പീറ്റഡ്. അല്ലേ? ടൈമിനെ പറ്റി എന്താ പറയുന്നത്? മൂവിങ് ആണ്, അത് പിന്നെ തിരിച്ചു വരുമോ? ഇല്ല, എന്നേക്കമായി അങ്ങ് പോകും. അതുപോലെ തന്നെ ഓരോ മൊമെൻറ്റും യുണീക്കാണ്, അതിനി റിപ്പീറ്റ് ചെയ്യുകയുമില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഫീലിംഗ് ഡസ് ദ മെൻഷൻ ഓഫ് യുവർ നെയിം ഇവോക്ക്? നമ്മുടെ പേര് പറയുന്നില്ലേ, അതിൽ എന്ത് ഇമോഷൻ ഉണ്ടാകുന്നത്? ഇറ്റ് ഇവോക്സ് ദ ഇൻറ്റിമസി ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. അതെന്താണ് ഇവോക്ക് ചെയ്യുന്നത്? നമ്മുടെ ഇൻറ്റിമസി, ഹ്യൂമൻ റിലേഷൻസിൻ്റെ ഇൻറ്റിമസി. അടുത്തത്, വാട്ട് ഡസ് ദ ക്ലോക്ക് സിംബലൈസ്? ക്ലോക്ക് എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? ഇറ്റ് സിംബലൈസസ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം. ടൈമിൻ്റെ ഫ്ലീറ്റിംഗ് നേച്ചറാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. 4, ഹൗ ഡസ് ദ പോയം വ്യൂ ഹ്യൂമൻ റിലേഷൻഷിപ്സ്? ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ ആ പോയം എങ്ങനെയാണ് നോക്കി കാണുന്നത്? ദോ ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഡിഫറൻറ്റ്, ദർ ആർ സം സിമിലാരിറ്റീസ് വിത്തിൻ ദം. ദോസ് റിലേഷൻസ് ആർ ലൈക്ക് ദ ഫ്രാഗ്രൻസ് ഓഫ് എ റോസ്. എന്താണ്, നമ്മളെല്ലാവരും എന്താണ്, വ്യത്യസ്തരാണെങ്കിലും ചില സിമിലാരിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് പറയുന്നു? റോസ് പോലെയാണെന്നും പറയും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പോയം ആൻഡ് ഹൗ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി തീം? എന്താണ് കവിതയുടെ ഒരു ടോൺ എന്ന് പറയുന്നത്? സീരിയസ് ആണോ? ദ ടോൺ ഓഫ് ദ പോയം ഈസ് തോട്ട്ഫുൾ ആയിട്ടുള്ള ടോണാണ്. ഇറ്റ് എൻകറേജസ് ടു എൻജോയ് ദി പ്രസൻറ്റ്. അല്ലേ? എന്താ നമുക്ക് തരുന്നത്? നിങ്ങൾ പ്രസൻറ്റ് എൻജോയ് ചെയ്യൂ. നിങ്ങൾ പാസ്റ്റിനെ പറ്റിയോ ഫ്യൂച്ചറിനെ പറ്റിയോ ഓർക്കണ്ട, പ്രസൻറ്റ് എൻജോയ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഒരു സിനിമയിൽ ഫഹദ് ഫാസിൽ പറയുന്നുണ്ട്, ഏതാ സിനിമ? ഡയമണ്ട് നെക്ലസ്. I have no regrets about my past. I am not anxious about my future. I am just living in the present. അല്ലേ? അങ്ങനെയാണ് ഈ കവിതയിൽ നമുക്ക് തരുന്നൊരു മെസ്സേജ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 5 പറഞ്ഞു. ഇനി 6, ദ പോയം എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻജോയിങ് എവറി മൊമെൻറ്റ് ഇൻ ലൈഫ്. ഡു യു എഗ്രി? ഡിസ്കസ്. പോയം എന്താ പറയുന്നത്? നമ്മുടെ ഓരോ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? അതിൻ്റെ എന്താണ്, നമ്മളെ ജീവിതത്തിലെ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ശരി, യെസ്, നമുക്ക് തോന്നും, ഉറപ്പായും. ദ പോയം എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻജോയിങ് എവറി മൊമെൻറ്റ് ഇൻ ലൈഫ്. വി ഷുഡ് നോട്ട് വറി അബൌട്ട് ദ കമ്മിങ് മൊമെൻറ്റ്. ഈച്ച് മൊമെൻറ്റ് വിൽ പാസ് ഫോർ എവർ. സോ വി ഷുഡ് ഫീൽ ദ വാംത്ത് ഓഫ് ലവ് ആൻഡ് റിലേഷൻഷിപ്സ്. അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? അതിനെപ്പറ്റിയൊന്നും ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നിമിഷവും കടന്നു പോകും, നാളെ വരാൻ പോകുന്നതും അടുത്ത നല്ല നല്ല മുഹൂർത്തങ്ങളായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ മുന്നിലേക്ക് വരുന്ന നിമിഷങ്ങൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കേട്ടോ. ഇനി ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പം ആക്ടിവിറ്റി കുറച്ച് അധികം സമയമെടുക്കും. അപ്പം നമ്മളത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. കുറേ അധികം എക്സ്പ്ലനേഷനൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും. കാര്യം നമ്മൾ പാഠം ഓൾറെഡി പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക, നല്ല മിടുക്കരായിട്ട് പഠിച്ചിട്ട് ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. മിടുക്കരായിട്ടിരിക്കണം. ഓൾ ദി ബെസ്റ്റ്.